പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു ശേഷം വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 75 ഇടങ്ങളിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചു. നമ്മൾ മത്സരിച്ച വിവിധ വാർഡുകളിലും ഡിവിഷനുകളിലും ശ്രദ്ധേയമായ മുന്നേറ്റം നമുക്ക് സാധ്യമായി. പാർട്ടി ഉയർത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിനും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി നമ്മൾ നേടിയ വിജയവും അവിടങ്ങളിൽ നമ്മൾ നിർവഹിച്ച പ്രവർത്തനങ്ങളുമെല്ലാം മുതൽക്കൂട്ടാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിച്ചത്. ജനം നമ്മളെ പിന്തുണക്കുകയായിരുന്നു. വലിയ വിദ്വേഷ പ്രചരണങ്ങളും വെൽഫെയർ പാർട്ടിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് വിവിധങ്ങളായ സ്വഭാവത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലരും ശ്രമിച്ചു. എല്ലാറ്റിനെയും പുറന്തള്ളിക്കൊണ്ട് വലിയ പിന്തുണ നാട് നമുക്ക് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 75 ഇടങ്ങളിൽ വിജയിക്കുവാനും കുറെ ഇടങ്ങളിൽ വലിയ വോട്ട് നേടി മുന്നോട്ടു പോകുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ഈ ജനകീയമായ മുന്നേറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രാദേശിക ഘടകങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്തണം. ജനങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധിയായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള നിരന്തര ശ്രമങ്ങളിലൂടെ മുന്നോട്ടു പോകുവാനും നമുക്ക് കഴിയണം. നാം വിജയിച്ച 75 വാർഡുകളിലും ഏറെ ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ വരുന്ന 5 വർഷം നാട് നമുക്ക് നൽകിയ പിന്തുണയും പ്രതീക്ഷയും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധം മുന്നോട്ടു പോകാൻ സാധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എല്ലാ വർഷവും പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് നമ്മൾ സമാഹരിക്കാറ് ജനുവരി മാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ആവേശവും അതിന്റെ ആത്മവിശ്വാസവും ഉൾപ്പെടെയുള്ള പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ വീണ്ടും നമ്മൾ ആളുകളെ സമീപിക്കുകയാണ്. പ്രവർത്തന ഫണ്ടിന്റെ കാലയളവ് ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള കാലയളവാണ്. എല്ലാവരും ഈ കാലയളവ് ഏറ്റവും വലിയ ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആവേശകരമായി മുന്നോട്ട് പോകണം. കഴിഞ്ഞ പ്രവർത്തന ഫണ്ട് കാലയളവിൽ വലിയ മുന്നേറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ട്. അനവധി വീടുകളിലൂടെ നമ്മൾ സന്ദർശിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങാടികൾ, അവിടങ്ങളിലെല്ലാം നമ്മൾ കളക്ഷൻ നടത്തി നല്ല പിന്തുണയോടെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ കൂടുതൽ ആവേശകരമായ ചുവടുവെപ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങളുമായി വലിയ ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ആയി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ഫണ്ട് സമാഹരണ പ്രവർത്തനത്തിലും പ്രയോജനപ്പെടുത്തണം. വാർഡുകളിലെ മുഴുവൻ വീടുകളിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജനകീയ ബന്ധത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാനുള്ള വഴിയാണ്. മുഴുവൻ ആളുകളോടും പാർട്ടിയെ സഹായിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടണം. അവർ തരുന്ന ചെറുതും വലുതുമായ സംഖ്യ തന്നെയാണ് നമ്മുടെ മുന്നോട്ട് പോക്കിനുള്ള കരുത്ത്. ആളുകളെ സമീപിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായി എല്ലാവരും ഈ ഘട്ടം ഈ ഫണ്ട് സമാഹരണ പ്രവർത്തനത്തിന് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ഓരോ യൂണിറ്റുകളും മുഴുവൻ പ്രവർത്തകരെയും ഈ ഫണ്ട് സമാഹരണ പ്രവർത്തനത്തിന് പ്രയോജനപ്പെടുത്തണം. അതിനായി സ്ക്വാഡുകൾ പ്ലാൻ ചെയ്യണം. അനവധി സ്ക്വാഡ് വർക്കുകളിലൂടെയാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അതിനുള്ള നിരന്തര ശ്രമം ഏവരും നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഏറെ ചിലവേറിയതും ആളുകളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനകീയ സമര പോരാട്ടങ്ങൾക്കും പാർട്ടി രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിനൊക്കെ അനവധി പരിപാടികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ പിന്തുണ ഈ ഫണ്ട് സമാഹരണത്തിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങൾ വലിയ അളവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരം കേന്ദ്രീകരിച്ച് നമ്മൾ ആരംഭിച്ച മെഡി ഹെൽപ്പും ആംബുലൻസ് സർവീസും ഉൾപ്പെടെ എല്ലാ ജില്ലകളിലെയും ആതുര മേഖലയിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെല്ലാം വലിയ അളവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആവശ്യമായ സാമ്പത്തിക പിന്തുണ ലഭ്യമാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം വലിയ ആവേശത്തോടെ ഒരു മാസത്തെ പ്രവർത്തനത്തെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ പ്രവർത്തകരും നേതാക്കളും സജീവമായി ഇറങ്ങണം. നിരവധി വീടുകളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളും നമുക്ക് വേണ്ടി ഫണ്ട് നൽകാൻ കാത്തിരിക്കുന്നവരാണ് എന്ന് ഓർമ്മിക്കുക. ജനപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും സമീപിക്കാനും അവരുടെ സാമ്പത്തിക പിന്തുണ നേടിയെടുക്കാനും നമുക്ക് കഴിയണം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വാർഡിന്റെ അനുഭവങ്ങളെ തന്നെയാണ്
ആളുകളുമായി നമ്മൾ പങ്കുവെച്ചത്. ആ അനുഭവങ്ങളെ കൂടുതൽ ശക്തമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, ഫണ്ട് സമാഹരണ പ്രവർത്തനത്തെ ഇലക്ഷൻ കാലത്തെ ആവേശകരമായ വർക്ക് പോലെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള ഒരു മാസം നിരന്തര ശ്രമം നടത്തി ഓരോ ഘടകങ്ങൾക്കും നൽകുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കാൻ എല്ലാവരും സജീവമായി ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഫണ്ട് കളക്ഷൻ വിജയിപ്പിക്കാൻ മുഴുവൻ ആളും രംഗത്തിറങ്ങുക. എല്ലാ സ്നേഹാഭിവാദ്യങ്ങളോടെയും അവസാനിപ്പിക്കുന്നു.